അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ടി അസഫ് അലി, ഇതിൽ നടപടി ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലുള്ള സാങ്കേതിക പ്രശ്നം പറയുന്നുണ്ട് കേട്ടോ. അത് എത്രമാത്രം ശരിയാണ്? ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട് കുന്നംകുളത്തെ ആ 4 പേരും. ഇപ്പോൾ പി വി രതീഷിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് പീച്ചിയിലെ ആ SI-ക്കെതിരെ. ഇപ്പോൾ CI ആണ് രതീഷ്. അപ്പോൾ ഇതല്ലാതെ ഇതിനും അപ്പുറം സർവീസിൽ നിന്ന് പുറത്താക്കുവാനുള്ള സാങ്കേതിക തടസ്സമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മിണ്ടിയിട്ടില്ല എങ്കിൽ പോലും അതാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം നമ്മളിത് ധാരാളം ചർച്ച ചെയ്തതാണ്. കാരണം ഈ CCTV ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് സർക്കാർ ഇത് അറിയുന്നത് എന്ന് പോലെയാണ് നമുക്ക് തോന്നുക. ഇതിൽ ശരിക്ക് ഈ കസ്റ്റഡിയിൽ വെച്ച് മർദ്ദിച്ച പോലീസുകാരോടൊപ്പം തന്നെ അവർക്ക് പരിരക്ഷ നൽകിയ ACP, അതുപോലെ തന്നെ DIG. ACP റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഇതിലെ ആക്രമണം നടന്നു എന്ന് സമ്മതിക്കുകയാണ്. DIGയുടെ റിപ്പോർട്ടിലും അത് തന്നെയാണ്. എന്നതിന് ശേഷം ഒരാളെ കുറ്റമുക്തനാക്കി അവർക്ക് ഈ കുറ്റക്കാരാണ് എന്ന് അവർ കാണുന്നവർക്ക് കൊടുത്തിരിക്കുന്നത് വളരെ നിസ്സാരമായ ശിക്ഷയാണ്, 2 ഇൻക്രിമെന്റ് തടയൽ. അതിൽ തന്നെ ഒരു ക്രമവിരുദ്ധമായ ഒരു എൻക്വയറി റിപ്പോർട്ടാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവർക്ക് ഒരു വലിയ ശിക്ഷ നൽകണമെങ്കിൽ സമഗ്രമായ ഒരു ഡി നോവോ എൻക്വയറി ആവശ്യമാണ്. ഈ DIGയുടെയും ACPയുടെയും പങ്കടക്കം ഇതിൽ പരിശോധിക്കേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ പോലീസ് ആക്ട് 2011 പോലീസ് ആക്ടിൽ വളരെ വ്യക്തമായി പറയുകയാണ് 16(3)C എന്ന് പറഞ്ഞൊരു വകുപ്പ്. അതിലെന്താ പറയുന്നത്? പോലീസ് കസ്റ്റഡി, മറ്റ് IPCയിലെ വകുപ്പിലെല്ലാം ധാരാളം പരിരക്ഷ ഉണ്ട്, അതിലവർക്ക് സാങ്ഷൻ വേണം എന്നൊക്കെ പറയാം. പക്ഷേ ഈ കേരള പോലീസ് ആക്ടിൽ പറയുന്നത് എന്താണ്? 16(C)യിൽ പറയുന്നത് ഏതെങ്കിലും ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് അവരോട് ക്രൂരമായി പെരുമാറുകയോ മനുഷ്യത്വഹീനമായി പെരുമാറുകയോ അപമര്യാദയായി കസ്റ്റഡിയിൽ വെച്ച് പെരുമാറുകയോ ചെയ്താൽ അത് തന്നെ ഒരു ഒഫൻസാണ്. 3 കൊല്ലം തടവ് ശിക്ഷ ഉള്ള ഒഫൻസാണ്. അപ്പൊ ACP റിപ്പോർട്ടിൽ ഈ ചെറുപ്പക്കാരനെ മർദ്ദിച്ചു എന്ന് കണ്ടാൽ എന്തേ പോലീസിന് അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടിയെടുക്കുന്നതിന് തടസ്സം? അതുണ്ടായില്ല. മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ ആഭ്യന്തരൻ, ഇവരെല്ലാം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഇപ്പൊ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷികളും എല്ലാം ഇത് സടകുട ഉയർത്തെഴുന്നേറ്റപ്പോൾ അവരെ ജനങ്ങളെ മുമ്പിൽ കണ്ണിടാൻ വേണ്ടി ഒരു നോട്ടീസ് കൊടുക്കുന്നു. ആ നോട്ടീസിനൊന്നും യാതൊരു നിയമപ്രാബല്യമില്ല. സമഗ്രമായ പുതുതായി ഒരു അന്വേഷണം നടത്തി DIGയുടെയും ACPയുടെയും, മാത്രമല്ല ഈ CCTV ക്യാമറ ഇല്ലാതെ മർദ്ദിച്ച ഡ്രൈവറുടെ പങ്ക് വളരെ വ്യക്തമല്ലേ? അപ്പൊ ഡ്രൈവറുടെ പങ്ക് അന്വേഷിക്കേണ്ടതല്ലേ ഇത്? കേരളത്തിലെ പോലീസ് ഇത്ര കണ്ട് നിയമവിരുദ്ധമായി ജനത്തിന്റെ അവകാശത്തിനെതിരെ പോലീസിന്റെ റോൾ എന്താണ്? ഒരു പോലീസിന്റെ പരമപ്രധാനമായ ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്രമസമാധാന പാലനമാണ്, കുറ്റകൃത്യം തടയലാണ്, കുറ്റകൃത്യം അന്വേഷിക്കലാണ്. അതുപോലെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ. ഇതിന്റെ വിചിത്രമായ കാര്യം എന്താണെന്ന് അറിയുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ നടക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? AK ഗോപാലന്റെ പാർട്ടിയാണ്. ആരാണ് AK ഗോപാലൻ? ഭരണഘടന ആരംഭിച്ച് ചരിത്രത്തിൽ ആദ്യമായി വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ വളരെ ശക്തമായ ഒരു നിയമ പോരാട്ടം നടത്തിയൊരു വ്യക്തിയായിരുന്നു AK ഗോപാലൻ. AK ഗോപാലൻ അന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ MK നമ്പ്യാർ ഉന്നയിച്ച വാദം എന്താണെന്ന് അറിയുമോ? സുപ്രീം കോടതി 28 കൊല്ലത്തിന് ശേഷമാണ് ആ വാദം അംഗീകരിക്കേണ്ടി വന്നത്. വ്യവസ്ഥാപിതമായ ഒരു നിയമ നടപടിയിൽ കൂടിയല്ലാതെ ഏതൊരു വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യവും ജീവനും ഹനിക്കാൻ പാടില്ല എന്നാണ് ഭരണഘടനയിൽ എഴുതിയത്. AKGയുടെ വാദം എന്താണെന്ന് അറിയുമോ? വ്യവസ്ഥാപിതമായ രീതിയിൽ കൂടി വ്യക്തി സ്വാതന്ത്ര്യവും ജീവനും അപഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെ വ്യവസ്ഥാപിതമായ രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബ്ലിയോ പാർലമെന്റോ പാസ്സാക്കുന്ന നിയമം മുഖാന്തരമല്ലാതെ അസംബ്ലിയോ പാർലമെന്റോ ഒരു നിയമം പാസ്സാക്കിയാൽ ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കാൻ പറ്റുമോ? പറ്റില്ല. AKGയുടെ വാദമാണ്. ഒരു വ്യക്തിയുടെ ജീവൻ അപഹരിക്കാൻ പറ്റുമോ? പറ്റില്ല. AKG പറഞ്ഞു അമേരിക്കൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ്. നീതിയുക്തമായ ഒരു നിയമവ്യവസ്ഥയിൽ കൂടി മാത്രമേ ഏതൊരു വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
സുപ്രീം കോടതി ആരംഭിച്ച് റിപ്പബ്ലിക്കായി 4 മാസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ കേസിലാണ് ഈ ചർച്ച ഉണ്ടാവുന്നത്. ആ കേസ് അന്ന് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. പക്ഷേ 28 കൊല്ലത്തിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞു, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയിരിക്കുന്നു, ഞങ്ങളിതാ തിരുത്തുന്നു. ഏതൊരു വ്യക്തിയുടെയും വ്യക്തി സ്വാതന്ത്ര്യം ജീവനോ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്മെന്റ് ലോ, വ്യവസ്ഥാപിതമായ ഒരു നിയമം അല്ല, ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആയിരിക്കണം. ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നതല്ല നമ്മൾ പിന്തുടരുന്നത്. അമേരിക്കൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നു, യുക്തിപൂർണമായ ഒരു വ്യവസ്ഥയിൽ കൂടി മാത്രമേ ഏതൊരു വ്യക്തിയുടെയും ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ ഇല്ലായ്മ ചെയ്യാൻ പറ്റുകയുള്ളൂ. സുപ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസിൽ പൽക്കിവാല ചോദിച്ചു, എന്താണ് ഡ്യൂ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്മെന്റ് ലോ ആണെങ്കിൽ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു. എന്താണ് നിയമം പാസ്സാക്കുന്നത്? ഇത് MK നമ്പ്യാർ AK ഗോപാലിന്റെ കേസിൽ ചോദിച്ചതാണ്. പ്രതിപക്ഷത്തുള്ള എല്ലാവരെയും ഒരു 10 കൊല്ലം ജയിലിലിടണം, ആ ബില്ല് പാസ്സാവുമല്ലോ, ആ ബില്ല് നിയമമാവുമല്ലോ എന്ന് കരുതിയാൽ ഭരണഘടനയിലെ 21ാം അനുച്ഛേദം അനുസരിച്ച് ഒരാളെ ജയിലിലിടാൻ സാധിക്കുമോ 10 കൊല്ലം? പറ്റില്ല എന്ന് മനേകാ ഗാന്ധിയുടെ കേസിൽ പറഞ്ഞു. ആ AK ഗോപാലന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോഴാണ് നിരപരാധികളായ ഒരു ഡൽഹി ആസ്ഥാനമായ ഒരു മനുഷ്യാവകാശ സംഘടന നടത്തിയ പഠനത്തിൽ പറഞ്ഞത്, കേരളത്തിൽ കഴിഞ്ഞ 9 കൊല്ലം നടത്തിയ ഈ കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിക്കപ്പെട്ടവർ ബഹുഭൂരിഭാഗവും സാധാരണക്കാരനാണ്, പട്ടിണി കിടന്ന് ജീവിക്കാൻ മാർഗമില്ലാത്ത ആളുകളാണ്. ശരി, അതിപ്പോൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണ് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നതോടുകൂടി കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പരാതിക്കാരൻ